ലക്ഷങ്ങൾ ചിലവിട്ട് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ്റ്റ് ലൈറ്റുകൾ ഒന്നൊന്നായി കണ്ണടയ്ക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് കുരുവിക്കോണം ജംഗ്ഷനിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ച് ആഴ്ചകൾ പിന്നിടുന്നതിന് മുൻപാണ് ഒന്നൊന്നായി കണ്ണടയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നത്. കുരുവിക്കോണത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഹൈമാസ്റ്റ് ലൈറ്റിലെ അഞ്ചൽ പുനലൂർ റോഡിന് അഭിമുഖമായ 2 ലൈറ്റുകൾ കണ്ണടച്ച നിലയിലാണ്. ആഴ്ചകൾക്ക് മുമ്പ് 10 അടി കാഞ്ഞുവയലിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. കാഞ്ഞുവയലിലെയും ഹൈമാസ്റ്റിന്റെ 2 ലൈറ്റുകൾ കണ്ണടച്ചു. കുരുവിക്കോണം ജംഗ്ഷനിലെ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കുരുവിക്കോണത്ത് സ്ഥാപിച്ച ശിലാഫലകം പോലും ലൈറ്റിന് കീഴിൽ ഇരുട്ടിൽ തപ്പേണ്ട അവസ്ഥയാണ്. തകരാറിലായ ഹൈമാസ്റ്റ് ലൈറ്റുകൾ നന്നാക്കുന്നതിനും അഞ്ചൽ ആറോ ജംഗ്ഷനിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനും ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് INTUC കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വടമൺ ഭുവനൻ ആവശ്യപ്പെട്ടു. ധൃതി പിടിച്ച് ഉദ്ഘാടനം നടത്തി, ഫ്ലക്സ് വെച്ചു, രാഷ്ട്രീയക്കാർ മുതലെടുത്തു. ഉദ്ഘാടനം കഴിഞ്ഞ് പോയപ്പോൾ തന്നെ ഈ വിളക്കുമരങ്ങളെല്ലാം കണ്ണടച്ച ഒരവസ്ഥയാണ്. ഒന്ന്, പ്രധാനമായും നമ്മുടെ കുരുവിക്കോണം ജംഗ്ഷൻ, വലിയ കുരുവിക്കോണം ജംഗ്ഷൻ സ്ഥാപിച്ചിരുന്ന ലൈറ്റ് ഇപ്പോൾ അതിന്റെ ഒരു ലൈറ്റ് മാത്രമാണ് പ്രവർത്തനമുള്ളത്. അത് പ്രദേശവാസികൾ പറയുന്ന രാത്രിയായാൽ അതുകൂടി കെടും എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ ആവശ്യകത അത് അടിയന്തരമായി ജനങ്ങൾക്ക് അതിന്റെ തകരാറുകൾ പരിഹരിച്ച് പ്രദേശത്ത് വെളിച്ചം എത്തിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാവണം, അത് ശ്രദ്ധിക്കണം എന്നാണ് ബന്ധപ്പെട്ട അധികാരികളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.